ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനനായകൻ മൂവി കണ്ടിട്ട് വരുന്ന വഴിയാണ് നമ്മുടെ വിജയ് അണ്ണന്റെ അവസാനത്തെ പടം. അറിയില്ല, എനിക്ക് തോന്നുന്നു അവസാനം ഒരു പടത്തിന്റെ അവസാനം ഒരു ഒരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. അണ്ണന്റെ എല്ലാ സിനിമകളുടെ പഴയ സിനിമകളുടെ ഒക്കെ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ചെറിയൊരു ഇമോഷൻ എനിക്ക് തോന്നിയിട്ടില്ല. അവിടെ അടുത്തിരിക്കുന്ന തമിഴ് ടീംസ് കുറെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ കണ്ണൊക്കെ നിറയുന്ന കണ്ടപ്പോൾ. സോ എന്താണെങ്കിലും അണ്ണന്റെ ദ ലാസ്റ്റ് ഡാൻസ് ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം റിലീസായ അണ്ണന്റെ അവസാനത്തെ പടം ജനനായകൻ. നമ്മൾ എന്താണ് ഇത്ര കാലത്തെ വിജയ് പടങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്? സെയിം ടെംപ്ലേറ്റ്, സെയിം സാധനം തന്നെ, രക്ഷകൻ റോള്, എന്താണ് നിങ്ങൾ കണ്ടത്? പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന അതിന്റെ ഒരു ഇൻറ്റു 1000 ടൈംസ് ആണ് ഈ പടത്തിനകത്ത്. നിങ്ങൾ ഇത്രയും നാളെ എന്താണോ കണ്ടത് അത് ഇൻറ്റു ഒരു 10 അല്ലെങ്കിൽ അതേ ഇൻറ്റു ഒരു 1000x കൂട്ടിക്കോ. അത്രയും ഇതിനകത്ത് മാസ് ആണെങ്കിലും ലോജിക്കില്ലായ്മയാണെങ്കിലും അണ്ണന്റെ മരണ ഇടി എല്ലാം എന്താ പറയാ, ലിമിറ്റ് ഇല്ല. ഒന്നിനും ഒരു ലിമിറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അങ്ങനെ ഫെസ്റ്റിവൽ മൂഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന അത്രയും അടിപിടി ജഗപൊഗ സെറ്റപ്പ് ആണ് മൊത്തം. അതാ പറഞ്ഞത്, നമ്മൾ എന്താണോ ഇത്രയും കാലം വിജയ് മൂവിയിൽ കണ്ട സെയിം സാധനം. ഓക്കെ, സിനിമ കണ്ടിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇത് ഇത്രയും നാള് റിലീസ് ആയില്ല. കാരണം അതിനകത്ത് പറയുന്ന ഓരോ ഡയലോഗും പല ആളുകളെയും കുത്തിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് വിജയ്. ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, ഇവന്മാരെല്ലാം ഉടായിപ്പാണ്, ഇതാണ് എല്ലാ ഡയലോഗിനകത്തും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇതൊരു പക്ക അണ്ണൻ ഇലക്ഷൻ പ്രൊപ്പഗണ്ട മൂവിയാണ്. അതിനകത്ത് കൃത്യമായിട്ട് തുടക്കം തന്നെ വോട്ടിനെ പറ്റി പറയുന്നുണ്ട്, ഏറ്റവും അവസാനിക്കുന്നതും വോട്ടിനെ പറ്റി പറഞ്ഞാണ്. പക്ക ഇലക്ഷൻ പ്രൊപ്പഗണ്ട മൂവിയാണ്. മേ ബി ഇതൊക്കെ കണ്ടായിരിക്കും അവർ ഇത് ഇറക്കാതിരുന്നത്. എന്താണെങ്കിലും പടം ഇറങ്ങാതിരുന്നത് അണ്ണന് തുണയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പടം ഇറങ്ങാതിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ അതിന്റെ ഒരു റിയൽ ലൈഫ് ഇമ്പാക്ട് ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായത്. ഈ പടം ഇറങ്ങി കഴിഞ്ഞുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് ഇറങ്ങാതിരുന്നപ്പോൾ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലയിടത്തും ജനങ്ങളാണ് വില്ലൻ, സിസ്റ്റമാണ് വില്ലൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് വില്ലൻ തന്നെ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവരതിനകത്ത് പോർട്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലെ അരസ്യൽവാദികൾ, പൊളിറ്റീഷ്യൻസ് ആണ് ഇവരെയൊക്കെ സൃഷ്ടിക്കുന്നത്, ഇവരെല്ലാം ബാക്കപ്പ് ചെയ്യുന്നത്, ഇതാണ് ഇതിന്റെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഓരോ ഡയലോഗിലും. അങ്ങനെ കുറെ കാര്യങ്ങൾ അണ്ണന്റെ സ്റ്റൈലിൽ ജനങ്ങൾ നമ്മളെ നോക്കിയാണ് പല ഡയലോഗും പറയുന്നത്. ജനങ്ങളെ നോക്കിയാണ് അണ്ണന്റെ സ്റ്റൈലിൽ അണ്ണൻ പറഞ്ഞു തരികയാണ്. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലെ ഒരു അവഞ്ചേഴ്സ് സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്തു. ഒരു സൂപ്പർ ഹീറോ മൂവി പോലൊക്കെ തോന്നി. സെക്കൻഡ് ഹാഫ് മീൻസ് ഏറ്റവും അവസാനത്തിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു തനി നാടൻ സൂപ്പർ ഹീറോ സെറ്റപ്പ് ഒക്കെ ഫീൽ ചെയ്തു. പിന്നെ വിജയ് അണ്ണന്റെ പടങ്ങളിൽ സാധാരണഗതിയിൽ ലോജിക് ഇല്ലായ്മകൾ ഉണ്ടാവും. കാര്യം അടി കൊണ്ട് പറന്നു പോകുന്നതും അങ്ങനെ കുറെ ലോജിക് ഇല്ലായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ലോജിക്കൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും ഇതിന്റെ അകത്തെ സ്റ്റോറി, ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റും ഇല്ല. ലോജിക് ഇല്ലായ്മ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് ഇല്ല. അത്രയും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ ഏത് യൂണിവേഴ്സാണ് എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. സീരിയസ്ലി പലയിടത്തും അങ്ങനെ തോന്നി പോകുന്നുണ്ട്. നമ്മുടെ ജുഡീഷ്യറി ഇങ്ങനെയാണോ, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ഇങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്? ഇത് വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥയായിട്ട് കാണാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് ഈ പറയുന്ന നമ്മുടെ നിയമം, ജുഡീഷ്യറി, അങ്ങനെ പോലീസും പട്ടാളമൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ വേറൊരു വൈബിലാണ് ഇതിനകത്ത് പോലീസൊക്കെ പ്രവർത്തിക്കുന്നത്. എത്ര പേരെ വേണമെങ്കിലും വെട്ടിക്കൊല്ലാം, എത്ര പേരെ വേണമെങ്കിലും കുത്തിക്കൊല്ലാം. അങ്ങനെ കുറെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോലീസുകാരുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം കൊലക്കുറ്റത്തിനകത്ത് പോയ വ്യക്തി ആഗസ്റ്റ് 15 അവിടുത്തെ ജയിൽ സൂപ്രണ്ടന്റ് ഇവിടുത്തെ പേരെടുത്തിട്ട് നറുക്കെടുത്ത് പുറത്തു വിടുന്ന സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ്, അതിനകത്ത് നമുക്ക് അങ്ങനെയുള്ള ലോജിക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, ഇടിക്കകത്തുള്ള ലോജിക്കല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമ വ്യവസ്ഥയെ പറ്റിയുള്ള കാര്യമാണ് പറയുന്നത്. കഥ എഴുതിയവൻ ഇതിന് നിയമം അവൻ അറിയാവുന്ന പോലെ അവൻ വലിയ നിയമമൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ എന്താ വ്യവസ്ഥയെന്ന് അറിയുന്നത് പുള്ളിക്ക് തോന്നി, പുള്ളി ഒരു നിയമം ഉണ്ടാക്കി പുള്ളി ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, പോലീസുകാരനെ വെട്ടിക്കൊല്ലാൻ പറ്റും, വെട്ടിക്കൊന്നോ കുഴപ്പമൊന്നുമില്ല, പോലീസുകാരനല്ലേ, ഈ ഒരു സെറ്റപ്പിൽ എഴുതി വെച്ചേക്കുന്ന സാധനമാണ്. പിന്നെ ആദ്യം ഒരു ജയിലൊക്കെ കാണിക്കും. ജയിലൊക്കെ പ്ലേസ് അത് നീ പറയാമേ, സത്യം അവസാനത്തെ പടമാണ്, നമുക്ക് പറയാനും തോന്നണില്ല, പുല്ല് എന്നാൽ പറയാതിരിക്കാനും പറ്റുന്നില്ല. ഞാൻ തിയേറ്ററിൽ പോയ സമയത്ത് കൂടുതലും തമിഴ് ടീംസ് ആയിരുന്നു ഉള്ളത്. അവര് ഡാൻസ് കളിക്കുന്നു, തുള്ളിച്ചാടുന്നു, ഭയങ്കര കയ്യടി ബഹളം. ആദ്യമൊന്നും കയ്യടി ബഹളം കാരണം പല ഡയലോഗ്സും കേൾക്കാനും പറ്റില്ല. അത്രയും ആരവത്തോടെ സെലിബ്രേഷൻ, ഫെസ്റ്റിവൽ മൂഡിലായിരുന്നു ആ ഒരു സിനിമ ഇരുന്ന് കാണുന്നത്. നമ്മൾ വിജയ് പടങ്ങളിൽ കാണാറുള്ള രക്ഷകൻ റോള്, പാസം, നായകന്റെ പുറകെ വരുന്ന നടി, അണ്ണന് വേണ്ടി ചാവാൻ നടക്കുന്ന
പാടുന്ന മറ്റുള്ളവർ, ഇതെല്ലാം നമുക്ക് ഈ പടത്തിനകത്തും കാണാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റേ ഭഗവന്ത് കേസരി എന്ന് പറഞ്ഞ ബാലയ്യയുടെ മൂവിയുടെ റീമേക്ക് ആണെന്നാണ് പറയുന്നത്. ഞാൻ ആ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന്റെ കഥ എനിക്ക് അറിയില്ല. അതിനകത്ത് കുറച്ച് സീൻസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറെ സീൻസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. അതും തമ്മിൽ ഞാൻ ആ പടം കാണാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രഷ്നെസ്, പടം കാണാത്തതിന്റെ ഒരു ഫ്രഷ്നെസ് കിട്ടി. പക്ഷെ കഥയിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്തതുകൊണ്ട് അണ്ണന്റെ പടം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കഥയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അണ്ണന്റെ അടിയും പിടിയും ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ രസമായിട്ട് രസിച്ച് കണ്ടിരിക്കാം. ഇതാണ് നമ്മൾ വിജയ് പടത്തിന് പോകുന്നത്. എന്തിനാണ്? അണ്ണന്റെ സ്റ്റൈല്, അണ്ണന്റെ ഡാൻസ്, അണ്ണന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി, അണ്ണൻ ഇടിക്കുമ്പോൾ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി പറന്ന് വീഴണം. ഇത് കാണണം. അല്ലാതെ കഥയെ പറ്റി പറയുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതൊന്നും കാണാൻ വേണ്ടി പോരുത്. സോ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനം കാണാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും എൻജോയ് ചെയ്ത് ഭയങ്കര ഫെസ്റ്റിവൽ മൂടി കണ്ടിരിക്കാം. അത് ആ രീതിയിലുള്ള സാധനമാണിത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അണ്ണനെ പൊക്കി പറയുന്നത് വില്ലന്മാരാണ്. വില്ലന്മാരെ കൊണ്ട് പൊക്കി പറയിപ്പിക്കലാണ് തുടക്കം മൊത്തം. അണ്ണനെ നേടലടിക്കുമ്പോഴാണ് ആ വില്ലന്മാര് കണ്ടം വഴി ഓടും. അയ്യോ. പിന്നെ ഇതിനകത്ത് നടിയൊക്കെ പിന്നെ സ്റ്റാമ്പാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ പടം മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 വ്യക്തികൾ, ഒന്ന് വിജയും പിന്നെ മമിത ബൈജുവാണ് നമ്മുടെ മലയാളത്തില്. പുള്ളിക്കാരത്തേക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കിടിലം റോളാണ് കിട്ടിയിരിക്കുന്നത്. കാര്യം വിജയ് അണ്ണന്റെ അവസാനത്തെ പടത്തിലൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പ്രിവിലേജ് വേറെ ഇല്ല. അതും തോളോട് തോൾ അണ്ണന്റെ കൂടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണോ ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്. മമിത അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു ഫൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് മമിത ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ഒരു ഗെറ്റപ്പ് കണ്ടപ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് വിഡോയുടെ ഇന്ത്യൻ വെർഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അടിച്ചതാ നമ്മള്, ഇരിക്കട്ടെ. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അണ്ണന്റെ പരിപാടികളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അടി വഴക്ക് കാര്യങ്ങളും. പിന്നെ സ്റ്റോറി വൈസ് വെച്ച് നോക്കുവാണെങ്കിൽ കഥ എനിക്ക് വർക്കായിട്ടില്ല. അതിനകത്ത് കുറെ സെക്കൻഡ് ഹാഫ് എനിക്ക് തീരെ വർക്കായിട്ടില്ല. അതിനകത്ത് എന്തൊക്കെയോ റോബോട്ടിനെ കൊണ്ടുവരുന്നു, റോക്കറ്റ് ലോഞ്ചർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എനിക്കതൊന്നും വർക്കായിട്ടില്ല. പിന്നെ ഏറ്റവും അവസാനം ഈ വോട്ടിന്റെ കാര്യം കാണിച്ചിട്ടാണ് നിർത്തുന്നത്. അതിൽ നിന്ന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഒരു അനീതി ഉണ്ടെങ്കിൽ കാളെടുത്താൽ മതി, അവിടുത്തെ പ്രശ്നങ്ങൾ തീരും. ഭയങ്കരമായിട്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്ത പോലെ തോന്നി. ആ വാളെടുത്ത് കഴിഞ്ഞാൽ വാഴ 2 വെട്ടി കൈയും കാലൊക്കെ വെട്ടി, എത്ര മറ കൈ വെട്ടിക്കളയുന്നതിനകത്ത് തല വെട്ടുന്നതിനേക്കാൾ കൂടുതൽ കൈയാണ് വെട്ടിക്കളയുന്നത്. കുറെ ഒരു 3 സീനിനകത്ത് കൈ വെട്ടിക്കളയുന്നത് കാണിക്കുന്നത്. അപ്പം വാളെടുത്താൽ മതി, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും എന്ന തരത്തിൽ ഒരു മെസ്സേജ് ആണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനം അതിനകത്ത് കൊടുക്കാൻ അണ്ണൻ ശ്രമിക്കുന്നത്. ജയപടത്തിൽ മെസ്സേജ് ഒന്നുമില്ല, ഒള്ളി മസാല ആൻഡ് സ്റ്റഫും കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്റ്റഫും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഇതിനകത്തുള്ളത്. സോ അണ്ണന്റെ ഒരു ലാസ്റ്റ് ഡാൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ലോജിക്കും അല്ല കഥയൊന്നും നോക്കാതെ അണ്ണനെ കൺകുളിർക്കെ കാണണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ അവസാനത്തെ പടമായതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇതിന്റെ നെഗറ്റീവോ കാര്യങ്ങളോ പോരായ്മകളൊന്നും പറയാൻ നിൽക്കുന്നില്ല. പിന്നെ വെച്ചിട്ടുള്ള കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അത് ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ജെമിനിയുടെ സിമ്പിൾ സൈഡിലുണ്ടായിരുന്നല്ലോ. അത് കാരണം സിനിമ കണ്ടാൽ മനസ്സിലായി കുറെ ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുന്ന മൊത്തം വെച്ചിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ശരി, വേറെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഈ സാധനം അതിങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അത് എൻറ്റയർ സിനിമ കണ്ടപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ആ രോമാഞ്ചം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വെർത്തായി. അത് വല്ലാത്തൊരു ഫീലടെ. അതിങ്ങനെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് സി ജോസഫ് വിജയ് എന്ന ഞാൻ, അത് മാരകമാട്ടോ. പണ്ട് കുറെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അണ്ണന്റെ അടുത്ത സിനിമയിൽ ഇങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട്. അത് എന്താ പറയാ, കറക്റ്റ് ആയ പോലെയാണ്. അത് വല്ലാത്തൊരു രോമാഞ്ചമാണ് കേട്ടോ. ആ സാധനം നമുക്ക് കണ്ടപ്പോ ഒരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അത് വല്ലാത്തൊരു ഇതാണ്. അപ്പൊ അത്രേ ഉള്ളൂ.